പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരായി ആരെങ്കിലുമൊക്കെ ഉണ്ടാവാനും അതോടൊപ്പം നമ്മൾ ആർക്കൊക്കെയോ വേണ്ടപ്പെട്ടവരായി കരുതാനും ആഗ്രഹിക്കാത്തവരായി നമ്മുടെ ഇടയിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആൾക്കൂട്ടത്തിൽ തനിച്ചാവാൻ ആർക്കാണിഷ്ടം, അല്ലേ? അതെ, ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ഹൗ ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. പ്രിയരെ, ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ, ഓ അവൻ മതി അല്ലെങ്കിൽ അവൾ മതി ഒരു ഉത്സവം നടത്താനെന്ന്. എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാകുന്ന ചില ആളുകളെ നാം കാണാറില്ലേ? എന്നാലോ ചില ആളുകളാണെങ്കിൽ എത്ര കാലം ജീവിച്ചിരുന്നാലും അവരവിടെ ജീവിച്ചു എന്നതിന് ഒരു തെളിവ് പോലുമില്ലാതെ അവരങ്ങ് പോകും. അതിൽ ഏത് കൂട്ടത്തിൽ പെടാനാണ് നമുക്ക് ആഗ്രഹം? എന്തായാലും നാം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് ചെറിയൊരു തെളിവെങ്കിലും ബാക്കി വെച്ച് പോകാനല്ലേ ആഗ്രഹിക്കുന്നത്. അതിനെന്തെങ്കിലും മാജിക് ഉണ്ടോ? മാജിക് ഒന്നുമില്ല കേട്ടോ. ശീലിച്ചാൽ പാലിക്കാവുന്ന ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ. ഒന്ന്, ഒരു നല്ല അപ്പിയറൻസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കേൾക്കുമ്പോഴേ നമുക്കറിയാലോ, ഒരു നല്ല ഡ്രസ്സിങ് സ്റ്റൈൽ, നല്ല ചിരി, ഒരു നല്ല രംഗപ്രവേശനം, അല്ലേ? ഇനിയിപ്പോൾ ഡ്രസ്സിങ് എന്ന് കേൾക്കുമ്പോഴേ കയ്യിലുള്ള കാശ് മുഴുവൻ എടുത്ത് അടിപൊളി ഡ്രസ്സ് എടുക്കാനൊന്നും ആരും ഓടണ്ട. അങ്ങനെയല്ല പറയുന്നത്. അവനവൻ്റെ ശരീരത്തിനും അതുപോലെ അവനവൻ്റെ ജോലിക്കൊക്കെ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണ രീതി നമ്മൾ ശീലിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മളുടെ വരവ് കാണുമ്പോഴേ ആ ഒരു നല്ല ചിരിയും അതോടൊപ്പം വൃത്തിയുള്ള, കണ്ടാൽ മാന്യനെന്ന് തോന്നിക്കുന്ന ഒരു വരവൊക്കെ ഉണ്ടെങ്കിൽ, ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. നാം എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി തീരുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. അതായത് നല്ല വൃത്തിയായി സംസാരിക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ. ഒരു സദസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും വലിയൊരു ഓഡിയൻസ് നമുക്കുണ്ട് എന്നല്ല കേട്ടോ. എവിടെയാണെങ്കിലും എല്ലാവരോടും പറയുന്ന രീതിയിൽ, എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ ഒരു നല്ല സംസാര രീതി പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഒരു നല്ല വ്യക്തിയുടെ, അതായത് ഒരു ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റിയായി മാറാൻ കഴിയും. ഇനി മൂന്നാമത്തെ കാര്യമോ, അതോ നാം റേഡിയോ തുറന്നിട്ട് പോലെ ഇങ്ങനെ സംസാരിക്കുക എന്ന് വെച്ചാൽ എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടല്ലോ, ഞാനങ്ങ് പറഞ്ഞേക്കാം എന്ന് കരുതണ്ട. ഒരു നല്ല ലിസണർ ആയിരിക്കുക കൂടി വേണം. അതായത് ഒരു നല്ല സ്പീക്കർ നല്ല ഒരു ലിസണറും കൂടെ ആകണം. എന്ന് വെച്ചാൽ ചില ആളുകൾ ചിലപ്പോൾ നമ്മളോട് പല കാര്യങ്ങളും പറയും. ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനനുസരണമായ ഒരു മറുപടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതായത് അവർ വിഷമത്തോടെയാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അത് സാരമില്ല, എല്ലാം ഓക്കെ ആകും എന്നുള്ളൊരു പോസിറ്റീവ് എനർജി അവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. അതിനു പകരം അയ്യോ അല്ലേലും നിൻ്റെ വിധി ഇങ്ങനെയായല്ലോ എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത ഒരു ടോക്ക് അവിടെ നടത്തുന്നതിനേക്കാൾ നല്ലത് അതൊന്നും സാരമില്ലടോ, എത്ര ആളുകളുണ്ട് ഇതിനേക്കാൾ ബുദ്ധിമുട്ടുന്നവർ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക. ഇനി ചില തമാശകളാണോ മറ്റുള്ളവർ പറയുന്നതെങ്കിൽ അതിനൊന്ന് അവരോടൊപ്പം ചേർന്ന് ചിരിക്കുക. എന്ന് വെച്ചാൽ ആ തമാശ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ നാലാമതായി നമുക്ക് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവണം. മനുഷ്യനെന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ എപ്പോഴും മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിന് പകരം നാം ചെയ്യേണ്ടത് നമ്മളങ്ങ് ഇറങ്ങിത്തിരിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെടുക. അങ്ങനെ ഏർപ്പെട്ട് മാതൃകയാകുമ്പോൾ പലരും നമുക്കൊപ്പം ഉണ്ടാകും. അങ്ങനെ നാം ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സമയം എത്ര നന്നായിരുന്നു എന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിൽ, അത് മറ്റുള്ളവരെ പറയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, എന്തായാലും അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാക്കിയെടുക്കാനായി കഴിയും. അടുത്തത്, നമ്മളൊരു എമ്പതറ്റിക്കൽ വ്യൂവിലൂടെ ജീവിതങ്ങളെ കാണണം. അതോടൊപ്പം മറ്റുള്ളവരെ ബഹുമാനിക്കുക, വാത്സല്യം കാണിക്കേണ്ടവരോട് വാത്സല്യം കാണിക്കുക,
ഒരു നല്ല ചിരി, അതുപോലെ എല്ലാവരെയും ഒന്നിച്ചുള്ള ഒരു നോട്ടം എല്ലാം കൂടെയാകുമ്പോൾ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ടവരായി തീരാൻ കഴിയും. അതെ, എത്രയോ ആളുകൾ മറ്റുള്ളവർക്കെല്ലാം വേണ്ടപ്പെട്ടവരായി ഒരു ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റിയായി ഇന്നും നമ്മുടെ മനസ്സിലില്ലേ? അതുപോലെ നമ്മൾ ഓരോരുത്തരും ആകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ പോവുക കേട്ടോ.